ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഔട്ടിംഗ് വീഡിയോ ആണ് കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ പിള്ളേരെല്ലാം വീട്ടിലിരുന്ന് ബോറടിച്ചത്. ഇവിടെ ഈ ഒരാൾക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് എവിടെയും പോകാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഇന്ന് പിള്ളേരെയും കൊണ്ട് ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങുന്നതാണ്. ഇന്ന് സൺഡേ ആണ്. അപ്പം ആദ്യം ചർച്ചിൽ പോകണം, അത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് കറങ്ങാനായിട്ടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ലുലുവിലൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. ഒപ്പം ഞങ്ങൾ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം മേടിക്കുന്നതും റീസ്റ്റോർ ചെയ്യുന്നതും ഒക്കെ ആ ദിവസങ്ങളിലാണ് കേട്ടോ കൂടുതലും. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ, വാ. ശരിക്കും ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് ചർച്ചിലോട്ട് ഒരു 10 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ കേട്ടോ. ഞങ്ങളിവിടെ കടവന്ത്ര സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ചിലാണ് എല്ലാ ദിവസവും കുർബാന കാണാനൊക്കെ പോകാറുള്ളത്, എല്ലാ സൺഡേയ്സും. ഇന്ന് ഞങ്ങൾ പോയത് 9:30 മാസിനാണ്. ഇതാണ് ഞങ്ങളുടെ പള്ളി. നമ്മൾ പള്ളിയിൽ നിന്ന് കുർബാനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഇനി നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇപ്പൊ സമയം 10:10 കഴിഞ്ഞു, 10:40 അപ്പം ഇനി എവിടെയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ട്. അപ്പോൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കട്ടെ. Turn left, then your destination will be on the right. നമ്മുടെ ഫ്ലാറ്റിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ഡ്രൈവിങ്, ഊട്ടുപുരയിലോട്ട്. ഹൈവേയിലാണ് ഇതുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഹൈവേയിൽ പോയിട്ട് വേറെ കാര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, അതായിരിക്കും നമുക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ബാക്കി സ്ഥലങ്ങളിലേക്ക് പോകാം എന്ന് പറഞ്ഞു. സാധാരണ ഞങ്ങൾ ഇവിടെ ഈ നോമ്പിൻ്റെ സമയത്തൊക്കെയാണ് കൂടുതലും വരാറുള്ളത്. ഈസ്റ്റർ നോമ്പ്, ക്രിസ്മസ് നോമ്പൊക്കെ ഉള്ള സമയത്ത്. ഇവിടുത്തെ മസാല ദോശയും കോഫിയൊക്കെ നല്ല ടേസ്റ്റാണ്. ഇവിടെ മാത്രമല്ല, നമ്മൾ വൃന്ദാവൻ അതുപോലെയുള്ള റെസ്റ്റോറൻറ്റുകളിലൊക്കെ നമ്മൾ ആ ടൈമിൽ കൂടുതൽ പോകാനായിട്ട് നിൽക്കും. കാരണം വീട്ടിൽ നിന്ന് വെജിറ്റേറിയൻ ഫുഡ് കുറേ ഉണ്ടാക്കി കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് മടുക്കും. നമ്മൾ ഊട്ടുപുരയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. മസാല ദോശയും കോഫിയൊക്കെയാണ് നമ്മൾ കഴിച്ചത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റെ ഒരു സൽവാർ ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് പാരീസിൽ. അപ്പം അതൊന്ന് മേടിക്കണം. എനിക്ക് ഒത്തിരി പേര് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സൽവാറിൻ്റെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ട്. കുർത്തീസൊക്കെ എവിടെ നിന്നാണ് മേടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം അതിൽ ഒരു പ്ലേസ് ഇതാണ്, പാരീസ് ഡി ബുട്ടീക്ക്. നമ്മുടെ എറണാകുളത്ത് ഇവിടെ ഹൈവേയിലാണ് അതുള്ളത്. ഞാനിപ്പം ഹൈവേയിലാണ് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പം അങ്ങോട്ടാണ് പോണത്. അവിടുന്ന് ഒരെണ്ണം എനിക്ക് എൻ്റെ സൽവാറാണ് സ്റ്റിച്ച് ചെയ്തത് മേടിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് കുട്ടികളെയും കൊണ്ട്. പാരീസിൻ്റെ ഓണേഴ്സിനെ നമുക്ക് പേഴ്സണലി അറിയാം. അവർ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട്സും കൂടിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് എൻ്റെ ഒരുവിധം നല്ല നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ചുരിദാറുകളും കാര്യങ്ങളും എല്ലാം ഞാൻ ഇവിടെ തന്നെ ഇപ്പോഴും സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാറ്. ഇത് വർഷങ്ങളായിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അതിനുശേഷം ഞങ്ങൾ പോയത് ഗ്രാൻഡ് മോളിലോട്ടാണ് കേട്ടോ. ഈ മോള് ശരിക്കും ലുലുവിൻ്റെ ഓപ്പോസിറ്റാണ് ഉള്ളത്, ഹൈവേയിൽ തന്നെ. ഇവിടെ കുട്ടികളാണ് കൂടുതലും വരാറുള്ളത്. പിന്നെ ഞാൻ വരുന്നത് കൂടുതലും ഇവിടെ ലൈഫ് സ്റ്റൈലിലോട്ടായിരിക്കും. വീട്ടിലേക്കുള്ള പാത്രങ്ങൾ നോക്കാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെയാണ് ഞാൻ കൂടുതലും വരാറുള്ളത്. ഇവരിവിടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് എപ്പോഴും വരുന്നതാണ്. ഇത് ഗോ കാർട്ടിങ്ങിൻ്റെ സ്ഥലമാണ് ഇവിടെ. ഇവരിടയ്ക്ക് ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്ന് ഇവിടെ ഡ്രൈവ് ചെയ്തൊക്കെ വരാറുള്ളതാണ്. ഇതിൻ്റെ താഴത്തെ ഫ്ലോറിൽ തന്നെ ലേസർ ടാഗ് എന്ന് പറയുന്ന വേറെ ഒരു ഗെയിമും കൂടിയുണ്ട്.
അപ്പം അതിനും വരാറുണ്ട് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട്. അപ്പം ഞാനിന്നിപ്പം അവർ വരണം എന്ന് പറയുമ്പോൾ സാധാരണ ഞാൻ ഈ ഭാഗത്തോട്ട് അവരുടെ കൂടെ വരാൻ നിൽക്കാറില്ല. നമുക്കിവർ ഡ്രൈവ് ചെയ്യുന്ന കാണുമ്പോൾ ചെറിയ പേടി തോന്നും. അപ്പോൾ പറയും അമ്മ വരണ്ട, ഞങ്ങൾ ഡ്രൈവ് ചെയ്തിട്ട് വന്നോളാം എന്ന് പറയും. അപ്പം ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതിങ്ങനെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അത്യാവശ്യം അവർ നന്നായിട്ട് സേഫ്റ്റിയും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ ഈ ഗോ കാർട്ടിങ് ചെയ്യുന്ന ഫ്ലോറിൻ്റെ തൊട്ട് താഴെയുള്ള ഫ്ലോറിൽ തന്നെയാണ് കേട്ടോ ഗ്രാൻഡ് ഹൈപ്പർ എന്ന് പറയുന്നൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. എന്തായാലും ഗോ കാർട്ടിങ് ചെയ്യുന്ന ആ ഭാഗത്ത് ഭയങ്കര ചൂടാണ്. അപ്പോൾ അത് കാരണം അവിടെ നിന്ന് ഇറങ്ങി എന്തായാലും നമ്മൾ എന്തെങ്കിലും ഡ്രിങ്ക്സ് മേടിച്ച് കുടിക്കും. ഇത് ഇവരിവിടെ എപ്പോഴും വന്ന് മേടിക്കുന്ന ഒരു ഇതാണ് മോഗു. ഇതിൻ്റെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് ഇവിടെ. കുട്ടികൾക്ക് പറ്റുന്ന ഒരു ചെറിയൊരു ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ അത്. അത്യാവശ്യം അവർക്ക് ഗിഫ്റ്റ് സാധനങ്ങൾ മേടിക്കാനും ഒക്കെ പറ്റുന്ന ഒരു കുഞ്ഞു സൂപ്പർ മാർക്കറ്റാണ്. ഞങ്ങൾ അവിടെ നിന്ന് കുടിക്കാനുള്ള ഡ്രിങ്ക്സും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ട് അവിടെ നിന്ന് ലുലുവിലോട്ട് വേഗം പോയി. എനിക്ക് ഇവിടുന്ന് ലുലുന്ന് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ അവരെയും കൊണ്ട് ലുലുവിലോട്ട് പോയത്. ഇവിടെ വന്നു കഴിയുമ്പോൾ അവർ സ്ഥിരം കയറുന്ന കുറേ ഐറ്റംസുകളുണ്ട്. ജമൈക്ക, സീറോ ഗ്രാവിറ്റി, അതുപോലെ ബൗളിങ്, അങ്ങനെയുള്ള കുറച്ച് ഇതുകളുണ്ട്. അത് തന്നെ സ്ഥിരം അവർ കയറും. ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ആയിട്ടാണ് കൂടുതലും വരാറ്. ഇങ്ങനെ തന്നെ വരൽ ഭയങ്കര കുറവാണ്. ഞങ്ങൾ ഒന്നെങ്കിൽ റിലേറ്റീവ്സ് എല്ലാം വീട്ടിൽ വരുമ്പം അവരെയും കൊണ്ട്, ഇവരാണ് വീട്ടിൽ മൂത്തത് എൻ്റെ ഫാമിലിയിൽ. അപ്പോൾ അത് കാരണം കൊണ്ട് ബാക്കിയുള്ളവരെല്ലാം ഇവരുടെ താഴെയുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അത് കാരണം അവർക്ക് ഭയങ്കര ഒരു ഈ ടൈം പാസ്സാണ്. അപ്പോൾ അവരൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ, പക്ഷേ ഇപ്രാവശ്യം വെക്കേഷന് അവർക്ക് ആർക്കും വരാൻ പറ്റിയില്ല. ഒരാളുടെ ഹോളി കമ്മ്യൂണിയൻ്റെ ക്ലാസ്സും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരാളവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാവരും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം ഇവർക്ക് ചെറിയൊരു മടുപ്പും മുഷിപ്പൊക്കെ ഉണ്ടായിരുന്നു, ഇവർ രണ്ടുപേരും മാത്രമായതുകൊണ്ട്. അല്ലെങ്കിൽ ഇവർ ഫ്രണ്ട്സോ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഒരുമിച്ചാണ് വരാറുള്ളത്. സ്ഥിരം കയറുന്ന ഇതുപോലെ 3-4 റൈഡുകളിലൊക്കെ കയറി അവർ പോരും. പിന്നെ അവിടെ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്ന കാരണം കൊണ്ട് അധികം ടൈമൊന്നും നമ്മളവിടെ ഇങ്ങനെ കറങ്ങി നടന്നൊന്നും കളഞ്ഞൊന്നുമില്ല. അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോന്നു. ലഞ്ചുമൊക്കെ വളരെ ലൈറ്റായിട്ട് നമ്മൾ കഴിച്ചത്.
കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നപ്പോൾ തന്നെ എനിക്ക് കാലിന് ഭയങ്കരമായിട്ട് വേദന എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അവർ കളിക്കുന്നതിൻ്റെ ഇപ്പുറത്ത് ഒരു ബെഞ്ചിൽ അവിടെ പോയി സമാധാനമായിട്ടിരുന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോ എടുത്തോളാം എന്ന് പറഞ്ഞു. കാരണം നമുക്ക് അവിടെ ലുലുവിൽ അങ്ങനെ അധികം ഇരിക്കാനുള്ള പ്ലേസുകൾ കുറവാണല്ലോ. അത് കാരണം കുറച്ച് സമയം നടക്കുമ്പോഴത്തേനും കാലൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുക്കും. ഇനി ഈ ബൗളിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ഒരു കഫറ്റീരിയ പോലെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് ചെറുതായിട്ട് ലഞ്ച് കഴിച്ചത്. അതിലൊന്ന് ബ്ലൂബെറി ചീസ് കേക്കും ഒന്ന് ഹണി ചീസ് കേക്കും ആയിരുന്നു. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സാൻഡ്വിച്ചും കാര്യങ്ങളും എല്ലാം മേടിച്ച് കഴിച്ച് നമ്മൾ ലഞ്ച് വളരെ ലൈറ്റാക്കി പണി തീർത്ത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ലുലുവിൻ്റെ ഈ ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ സെയിൽ ചെയ്യുന്നതിൻ്റെ അവിടോട്ട് പോയി. എനിക്കൊരു കെറ്റിൽ വേണമായിരുന്നു. എൻ്റെ കിച്ചണിലെ കെറ്റിൽ കംപ്ലൈൻ്റ് ആയിട്ട് ഇടയ്ക്ക് ഓഫായി പോകുന്നു, അങ്ങനത്തെ ഒരു പ്രോബ്ലം കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അത് ഈ അടുത്ത് പൊട്ടിയും പോയി. അപ്പം ഞാൻ വിചാരിച്ചു പുതിയൊരു കെറ്റിൽ മേടിക്കാൻ ടൈമായി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കെറ്റിൽ ഒത്തിരി നാളായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഗ്ലാസിൻ്റെ കെറ്റിലാണ് ആദ്യം കുട്ടികൾ സജസ്റ്റ് ചെയ്തത്, അത് നല്ലതായിരിക്കുമെന്ന്. പക്ഷെ അവർ അവിടെ നിന്ന് തന്നെ പറഞ്ഞു, മാം ഇത് വെള്ളം ബോയിൽ ചെയ്യുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ എങ്ങാനും വല്ല തട്ടലോ മുട്ടലോ കിട്ടിയാൽ ഇതിൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോകുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ പണ്ട് യൂസ് ചെയ്തിരുന്ന എൻ്റെ കിച്ചണിലുണ്ടായിരുന്ന ടൈപ്പ് തന്നെ ഒരു കെറ്റിൽ ഞാൻ മേടിച്ചു. പിന്നെയും വേറെ എനിക്ക് ഇലക്ട്രോണിക് ഐറ്റംസും കാര്യങ്ങളെല്ലാം നോക്കാനുണ്ടായിരുന്നു. എപ്പോഴാണെങ്കിലും ഡ്രസ്സ് അയൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം വെയിറ്റുള്ള ഒരു അയൺ ബോക്സ് ഉണ്ടെങ്കിലേ നമ്മുടെ ഈ കോട്ടൻ്റെ ചുളിവും കാര്യങ്ങളും എല്ലാം പോവുള്ളൂ. അപ്പം ലൈറ്റായിട്ടുള്ള ഇതുണ്ട്, പിന്നെ സ്റ്റീം അയണിങ്ങിൻ്റെ സാധനമൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു വെയിറ്റുള്ള ഒരു അയൺ ബോക്സ് വേണമെന്ന് കുറച്ച് നാളുകളായിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ട് നടന്നിരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പോയി അതും മേടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ മെയിൻ പർച്ചേസിങ്ങിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പോയി കേട്ടോ. സാധാരണ ഞാൻ ഇവിടെ നിന്നാണ് കൂടുതലും ഫ്രൂട്ട്സ് മേടിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് നല്ല സാധനം കിട്ടുകയും ചെയ്യും. നമുക്ക് പരിപാടി കഴിഞ്ഞ് വേഗം ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് ഇറങ്ങി പോകാനും പറ്റും. അപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് മേടിക്കേണ്ട കാര്യങ്ങളെല്ലാം മുഴുവനും മേടിച്ചു. പിന്നെ ഈ ബൾക്കായിട്ട് ചിക്കനോ അല്ലെങ്കിൽ ബീഫോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മേടിക്കണമെങ്കിലും ഞാൻ ലുലുലു വന്നിട്ടാണ് ഒരു 1 വീക്കിലേക്കുള്ളതൊക്കെ മേടിക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തും ഉണ്ട് കേട്ടോ, വിളിച്ച് പറഞ്ഞാൽ അവർ കൊണ്ടുവന്ന് തരുകയും ചെയ്യും. ഇതിപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും അധികം പഴുക്കാത്ത ഫ്രൂട്ട്സും പഴുത്ത ഫ്രൂട്ട്സും അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് സെലക്ട് ചെയ്യാറ്. പിന്നെ ഇവിടെ ഒരു പൂരത്തിൻ്റെ ജനമായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും, നല്ല തിരക്കായിരുന്നു കേട്ടോ ലുലുവിൽ. പിന്നെ അത് മാത്രം നമ്മൾ അത്യാവശ്യത്തിന് നമുക്ക് മേടിക്കേണ്ട സാധനങ്ങൾ മാത്രം മേടിച്ച് നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. കാരണം അത്ര അവിടെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു, അതുമാതിരി അത്രയും തിരക്കും ബഹളവും ഭയങ്കര തിരക്കായിരുന്നു ഹൈപ്പർ മാർക്കറ്റിൽ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ. ഇനി വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ മേടിച്ച സാധനങ്ങളെല്ലാം കൊണ്ടുപോയി ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി ഉള്ളത്.
അപ്പോൾ നമ്മൾ ഇതാ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നു. ഇതാ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇതിനെ ശരിക്കും 3 ബാസ്ക്കറ്റിലാക്കും. 3 ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അധികം പഴുക്കാത്ത ഫ്രൂട്ട്സ് ഇട്ട് വെക്കുന്നത്, പിന്നെ ഒന്നിപ്പം ഇമ്മീഡിയറ്റ്ലി നമുക്ക് എടുക്കേണ്ട പാകത്തിനുള്ള ഫ്രൂട്ട്സ്, പിന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് ഒരു സെക്ഷനും കൂടി ഞാൻ മാറ്റും. ഇല്ലെങ്കിൽ ഒരുമിച്ച് എല്ലാം കൂടി പുറത്തിരുന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കേടായിപ്പോവും. ഇതൊന്നും അധികം പഴുക്കാത്ത സാധനങ്ങളാണ്. അപ്പം ഇതെല്ലാം പഴുക്കുന്നതനുസരിച്ച് നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പം ഞാനത് ഇവിടെയാണ് കീപ്പ് ചെയ്യാറ്, എൻ്റെ ഷെൽഫിൻ്റെ അകത്ത്. അപ്പം അത് പഴുക്കുന്നതിനനുസരിച്ച് അവിടെ നിന്ന് നമുക്ക് എടുക്കാം. ഇത് ഫ്രിഡ്ജിലോട്ടും പോവും. ഈ ബാസ്ക്കറ്റ് ഞാനിവിടെ പുറത്തും വയ്ക്കും. ഇവിടെ പുറത്ത് വെക്കുന്ന ബാസ്ക്കറ്റ് എപ്പോഴും ഞാനിങ്ങനെ കവർ ചെയ്തിടാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചെറിയ ഈച്ചകൾ കാര്യങ്ങളെല്ലാം വരാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പം അതിങ്ങനെ കവർ ചെയ്തിടാറുണ്ട്. ഇത് ഫ്രിഡ്ജിലേക്ക് പോകും. അപ്പോൾ നമ്മൾ പോയ കാര്യങ്ങളെല്ലാം നല്ല സൂപ്പറായിട്ട് കഴിഞ്ഞു കേട്ടോ. പിള്ളേരുമായിട്ട് ചെറിയൊരു കറക്കം, പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം മേടിക്കൽ എല്ലാം കഴിഞ്ഞു. കൊണ്ടുവന്ന് എല്ലാം അടുക്കി കയറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോസായിട്ട് കാണാം. ബൈ.